ഹലോ സമതാക്ക, അമ്മ ഇന്നലെ പെട്ടെന്ന് ഫുഡ് കഴിക്കുന്നതിനിടയില് ബ്ലഡൊക്കെ വോമിറ്റ് ചെയ്ത് കുഴഞ്ഞു വീണമ്മ. ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. പെട്ടെന്ന് ഫുഡ് കഴിക്കുന്ന സമയത്ത് ബ്ലഡൊക്കെ വോമിറ്റ് ചെയ്ത് കുഴഞ്ഞങ്ങ് വീണ്. പെട്ടെന്ന് ഞാനും ആരും ഉണ്ടായില്ല. ഞാൻ എടുത്തോണ്ട് ഇങ്ങോട്ട് പോകുന്ന ഹോസ്പിറ്റലിൽ അഡ്മിറ്റ്. ഏത് ഹോസ്പിറ്റലാണ്? തന്നെ ഐസിയു അല്ലേ? ഞാൻ ഇപ്പത്തു വന്നുകൊണ്ടിരിക്കണേ. അല്ല നമുക്ക് പോത്തിന് പോയാക്കണ്ടേ? പറയുമ്പോൾ തന്നെ പോത്തിന് പോയി നോക്കാണ്ടല്ലോ അല്ലേ? ഏതാ നമ്മളെ സുനിലിന്റെ അമ്മക്ക് തീരെ വയ്യാറുണ്ട്, ഹോസ്പിറ്റലിൽ ഐസിയുലാക്കിയിരിക്കണ്. ഞാൻ ഇപ്പൊ അർജന്റായിട്ട് പോയിക്കൊണ്ട് പോകാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കാര്യം ചെയ്യ്, ഏതായാലും ഇപ്പൊ നിങ്ങൾ പോയി കണ്ടാലും മതിയല്ലോ. ഇപ്പൊ ഇത് നിങ്ങൾ പോയി കണ്ടാളേ, ഞാൻ ഇത് പോയി നോക്കട്ടെ. കാരണം ചോദിനോട് കാത്തുക്കാണ്. മനസ്സിലായോ? നിങ്ങൾ പോയി, ഞാൻ പോയ മാതിരിയല്ലേ? നിങ്ങൾ പോയി കണ്ടാളേ. അല്ലല്ലേ? ഞങ്ങളേ പറ്റാണെങ്കിൽ ഏതാണ്ട് വരാന്ന് പറഞ്ഞാൽ ആ ഹോസ്പിറ്റലിൽ പോയിട്ടാ ഞാൻ പോയി നോക്കട്ടെ. അങ്ങനെ വിളിച്ചുമ്പോൾ നമ്മള് നേരിട്ടാണ്. ഞാൻ ഇറങ്ങിയേട്ടാ. ഹലോ, സമതാക്ക. ഇജ്ജെവിടെ സുനിലെ? ഞാൻ താഴെ ഉണ്ട്. ഇങ്ങോട്ടാ? ഇങ്ങോട്ട് പോകണ്ടോ? ഞാൻ അവിടെ താഴെ ഉണ്ട് കേട്ടാ. എന്താ ഡോക്ടർ എന്താ പറഞ്ഞേ? ഐസിയുലാണ്. പിന്നെ മെയിൻ ഡോക്ടർ വന്നിട്ടില്ല, നാളെ രാവിലെ എത്തും. നോക്കിട്ട് പറയാം. തന്നെ സാരില്ല നമ്മളൊക്കെ ഉണ്ടല്ലോ അവിടെ. ഒരു കോള് വരുന്നുണ്ട് കേട്ടാ. എന്നാലും ഇജ്ജ് ചെല്ലി, ഞാൻ വരാം. ഞാനേ ഇവിടെ വെയിറ്റ് ചെയ്യണം. ഞാൻ ഇപ്പോൾ വരാം. എന്തെങ്കിലും ആവശ്യം എനിക്ക് വിളിക്ക്. ഓക്കെ അല്ലേ? ശരി, ഞാൻ പോട്ടെ. നില ഓക്കെ ആയിക്കോട്ടെ. ഹലോ, രാമേട്ടാ, എനിക്ക് അർജന്റായിട്ട് ഒരു 2 ലക്ഷം ഉറുപ്പ്യ ഉണ്ടാവോ? അമ്മക്ക് സുഖമില്ലാഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. പ്ലീസ് ഏട്ടാ, പ്ലീസ്. ഞാൻ പെട്ടെന്ന് തന്നെ തന്നു തീർത്തോളാം. ഇതിലേക്കാ നോക്കിട്ടാ ഇതൊരു 4 ഇൻഡിലൊക്കെ ഉണ്ടാവും. അല്ല ഇത് ലാസ്റ്റ് ഇപ്പൊ എത്രക്ക് പോരും? നമുക്കതിന് മട്ടത്തിന് കൂട്ടാ, നല്ല കാര്യത്തിനല്ലേ, ഉദയത്തിനല്ലേ. നല്ല പോത്താണ്, 4 കിൻഡലുണ്ടാവും. 1 രൂപയൊക്കെ ചോദിച്ചിട്ടത്. എങ്ങനെ നമ്മളെ ബഡ്ജറ്റ് എങ്ങനെയൊക്കെ ഉണ്ട് വെച്ചാല് അതിനനുസരിച്ച് നീങ്ങാം. അല്ല, ഇത് ലാസ്റ്റ് ഒരു 1.10 തന്നൂടെ? ആയിക്കോട്ടെ, നമുക്ക് അതിന് മട്ടത്തിന് എങ്ങനെ വെച്ചാൽ കൂട്ടാം, നമുക്ക് പ്രശ്നമില്ല. ആയിക്കോട്ടെ. ഞങ്ങൾ എന്തായോ, ഞങ്ങളിപ്പോ ഒരു 1.10 ഒക്കെ ഒരു ബഡ്ജറ്റ് 5-6 ആൾക്കാർ 6 ആൾക്കാർ കൂടിക്കാനുള്ളൊരു പരിപാടിയാണ്. ആയിക്കോട്ടെ, നമ്മൾ തമ്മിൽ ഒക്കാക്കൂല. ആയിക്കോട്ടെ. വരടാ, ഇരിക്കേ. സുഖാണ്. ഞങ്ങളേ പോത്തിനെ പോയി കണ്ടു. എങ്ങനെയുണ്ട്? സൂപ്പർ പോത്താണ്, നല്ല ഇറച്ചിയുണ്ട്. അതന്നെ വേണ്ടത്. ഒരു ചോദിക്കണ 1.20 1.10 തരാന്ന് പറയണേ. തന്നെ ശരി, അത് നന്നായി. ഏതായാലും ഓരോട് പറഞ്ഞു. എന്തേലും കാര്യപ്പെട്ട ചർച്ചയിലാണോ നിങ്ങള്? കാര്യപ്പെട്ട ചർച്ച ഒന്നല്ല. നമ്മൾ ഈ ബലിപെരുന്നാക്ക് അർത്ഥം കൊടുക്കുന്നുണ്ടല്ലോ, അത് ഞങ്ങൾ 7 ആളും കൂടി പ്രാവശ്യം അർത്ഥം കൊടുക്കാൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിനെപ്പറ്റി ചർച്ചകൾ നടക്കുന്നുള്ളൂ. ജോലിക്ക് അതല്ല, അമ്മന്റെ വിവരം എന്തായി? ഡോക്ടർ എന്തോ നാളെ ഒന്ന് പറയുന്നൊക്കെ പറഞ്ഞില്ല. എന്താ പറഞ്ഞു ഡോക്ടർ? ഡോക്ടർ ഒന്ന് പരിശോധിച്ചപ്പോ അർജന്റായിട്ട് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. 3 ദിവസത്തിന്റെ ഉള്ളിൽ ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ കുറച്ച് കോംപ്ലിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. നല്ലൊരു എമൗണ്ട് ആവും. ഞാൻ നിങ്ങളൊന്ന് കാണാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇറങ്ങിയതാ. ഓപ്പറേഷൻ പെട്ടെന്ന് ചെയ്യേണ്ടി വരും അല്ലേ? അതന്നെ. അപ്പൊ പൈസന്റെ ഒരു തിരിമറി തന്നെ നടക്കണ്ടേ. അത് ശരി. എന്നാ നിങ്ങളെ പരിപാടികൾ നടക്കട്ടെ. ആയിക്കോട്ടെ. അല്ലടാ, ചാർജിന് പോവാ? ഇല്ല അതിന്റെ ഒറ്റൊരു ഇതല്ല, ഹോസ്പിറ്റലേ പെട്ടെന്ന് എത്താൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ വേറെ ആരും ഇല്ലല്ലോ.
അപ്പൊ എന്നാ ശരിയാ. എന്നാ ആയിക്കോട്ടെ. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ. അല്ല നമുക്കിപ്പോ എത്ര പൊതി വേണ്ടല്ലോ? എത്ര പൊതിയാണ് നമുക്ക് ഓരോടും ചോദിച്ചിക്കാണ്ട് ഒരു തീരുമാനത്തേക്ക് എത്താം. നിങ്ങൾ ഇപ്രാവശ്യത്തെ ഉദയത്ത് നേർച്ച ആക്കിയതാണടാ. നേർച്ച ആക്കിയതല്ലപ്പാ, ഞങ്ങള് ഏഴാളും കൂടി അറുത്ത് കൊടുക്കാൻ തീരുമാനിച്ചായിരുന്നേ. ഇന്ത്യപ്പാ നിങ്ങളെ ചങ്ങായി ഇപ്പൊ നിങ്ങളോട് വന്ന് പറഞ്ഞതൊക്കെ ഞാൻ കേൾക്കണ്ടേ. അവന്റെ അമ്മക്ക് സുഖമില്ലാന്ന്. ആ കുട്ടിന്റെ അമ്മക്ക് സുഖമില്ലാത്തല്ലേ? അതെ. ഇപ്രാവശ്യത്തെ പൈസ നിങ്ങൾ ആ കുട്ടിന്റെ അമ്മക്ക് ഓപ്പറേഷത്തിന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കാട്ടും വലിയ പുണ്യം കിട്ടും. നിങ്ങളെല്ലാരും കൂടി ഒന്ന് ആലോചിച്ചു നോക്കും. നിങ്ങളൊക്കെ അമ്മാനെ പോലെ തന്നെ അല്ല. ഞങ്ങളമ്മാന്റെ അതിന് തന്നെയാണ്. ആയിക്കോട്ടെ ആയിക്കോട്ടെപ്പാ, അങ്ങനെ ചെയ്യാം. ചോദിച്ചു നോക്ക അല്ലേ? വേണ്ട. അല്ല സമ്മതേ, അന്റെ ഇപ്പ പറഞ്ഞ മാതിരി നമ്മളിപ്പോ നെയ്യത്ത് വെച്ചിട്ടൊന്നുമില്ല. ഓന്നില്ലെങ്കിൽ നമ്മൾ സ്നേഹിതനല്ലേ? അതെ. നമ്മൾ ഈ പൈസ ഓന്റെ അമ്മക്ക് ഓപ്പറേഷത്തിന് കൊടുത്താലോ? എന്താ നിങ്ങളൊക്കെ അഭിപ്രായം? ഞാനിത് നിങ്ങളോട് എങ്ങനെ പറയാന്ന് വിചാരിച്ചിരിക്കുന്നേ. ഇപ്പൊ പറഞ്ഞാടെ ശരി. ആയിക്കോട്ടെ, അങ്ങനെ ചെയ്യാം. ഓനെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ കൂടപ്പറപ്പല്ലേ? അതെ അതെ. ഈ പൈസ ഓർക്ക് കൊണ്ടുപോയി കൊടുത്താൽ അത് ഓർക്ക് വലിയൊരു ഭാരം. അതന്നെ. നമ്മൾ ആ പൈസ കൊണ്ടുപോയി കൊടുത്താലോ? ഞാൻ പൈസ എടുത്തു വരാം. ഹലോ, സുനിലേ, ഈ താഴെ വാടാ. ഒന്നില്ല, ഒരു സംഭവത്തില വേമ്പാ. ഞാൻ താഴെ ഉണ്ട് കേട്ടാ. ക്യാഷ് ഷീറ്റിന്റെ അടുത്തേക്കുണ്ട്. ഓക്കെ. ഓക്കെ 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 ഓക്കെ. അത് വരുന്നു. എന്താ ഈ ഓപ്പറേഷൻ ഓപ്പറേഷന് പൈസ കൊത്തോ? പൈസ റെഡി ആയിട്ടില്ല. ഓപ്പറേഷന്റെ കാര്യം എന്ത് ചെയ്യണം എന്നുള്ളത് ഇതാണ് വെക്ക്. ഞങ്ങൾ തനിക്കാലേ അറവ് അടുത്ത വർഷത്തേക്ക് നീട്ടിക്കണേ. ഇത് എന്റെ അമ്മയുടെ ഓപ്പറേഷൻ നടക്കട്ടെ, മനസ്സിലായില്ല? അത് അടുത്ത വർഷം അടുത്ത പ്രാവശ്യം നമുക്ക് ഇറക്കാലോ. തൽക്കാലം എന്റെ അമ്മന്റെ ഓപ്പറേഷൻ നടക്കട്ടെ. അതാണ് നമുക്ക് അത്യാവശ്യം. ഒരുപാട് ഒരുപാട് നന്ദി പറയേണ്ട ആവശ്യം. ഞങ്ങളെല്ലാം പിന്നെ ആരാ ചെയ്യേണ്ടത്? ഞങ്ങളൊക്കെ അല്ല എന്റെ സുഹൃത്തുക്കള്. ഞങ്ങൾ പോട്ടെന്നാല് പിന്നെ വരാം കേട്ടോ. ഓക്കെ, ആയിക്കോട്ടെ. പോന്നല്ലേ? ഞങ്ങൾ പോവാം.